ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ദേവുവിൻ്റെയും ശിവയുടെയും എക്സാം കഴിഞ്ഞു. ഇപ്പോൾ മാധവന് അവളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം മാധവനെ കാണുമെന്ന കാരണത്താൽ തന്നെ ദേവുവിൻ്റെ വീട്ടുകാർ അവളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ശ്രുതിയുടെ വാക്കുകേട്ട് വിഷ്ണു അവളുടെ ഫോണും വാങ്ങിവെച്ചു. ശരിക്കും പറഞ്ഞ ദേവു ഇപ്പോൾ വീട്ടുതടങ്കലിലാണ്. അതിനിടയിൽ പ്രസാദും വിഷ്ണുവും കൂടി ദേവുവിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ദേവുവിൻ്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിച്ചു. ദേവു ശക്തമായി എതിർത്തെങ്കിലും പ്രസാദും വിഷ്ണുവും അവളെ മുറിയിലിട്ട് പൂട്ടി. ശ്രുതിയുടെ ജാതകത്തിൽ എന്തോ ദോഷമുള്ളതുകൊണ്ട് തന്നെ ഉടനെ നിശ്ചയം നടത്താനും 6 മാസം കഴിഞ്ഞ് വിവാഹം നടത്താനും അവർ തീരുമാനിച്ചു. നിശ്ചയത്തിന് ദേവു സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ വാക്കുറപ്പിച്ചു വെച്ചതേയുള്ളൂ. വാക്കുറപ്പിക്കൽ കൂടി കഴിഞ്ഞതും മാധവനെ കാണാതെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥയായി. തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു. ഒരു ദിവസം രാത്രി ദേവു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നതും സൈഡിലായി ഒരു നിഴലനക്കം കണ്ടു. അവൾ അങ്ങോട്ട് നോക്കി. പുറത്ത് മാധവനെ കണ്ട അവൾ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവനും അവളെ തന്നെ നോക്കി നിന്നു. അവൻ പതിയെ അവളുടെ മേൽനീറൊപ്പി. ടെറസിലേക്ക് വാ, കൂട്ടിയേക്കുക. അവൻ പറഞ്ഞത് കേട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞതും അവൻ അവളുടെ നേരെ അവൻ്റെ വലങ്കൈ നീട്ടി. അതിലേക്ക് നോക്കിയതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. റൂമിൻ്റെ സ്പെയർ കീ. പണ്ട് മാധവ് അവളെ കാണാനായി വരുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് കയറാനായി അവൾ തന്നെ അവനെ ഏൽപ്പിച്ചതായിരുന്നു. പെട്ടെന്ന് വാ. അവൻ അത് അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി. അവളൊരു പുഞ്ചിരിയോടെ ഡോർ തുറന്ന് പതിയെ ടെറസിലേക്ക് നടന്നു. ടെറസിലെത്തിയതും അവൻ അവളെ ആഞ്ഞു പുലുകി. ശേഷം അവളുടെ ഇരു കവിളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. കുറേ നാളായി കാണാതിരുന്നതിൻ്റെ സങ്കടം അവൻ ആ ചുംബനത്തിലൂടെ തീർത്തു. മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ചുണ്ടിൽ നിന്നും നാവിലേക്ക് കടന്നതും അവൾ അവൻ്റെ മുടിയിഴകൾ കോർത്തു വലിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ അലഞ്ഞു നടന്നു. ഒരു ദീർഘചുംബനത്തിന് ശേഷം അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൻ റെയിലിങ്ങിൽ പിടിച്ചു നിന്നു. എന്താ കണ്ണേട്ടാ, എന്താ ഒരു ടെൻഷൻ പോലെ? അവൻ്റെ മുഖത്ത് നിസ്സംഗത കണ്ടു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. നാളെ എൻ്റെയും ശ്രേയയുടെയും വിവാഹ നിശ്ചയമാണ്. ദേവു എന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. മാധവ് അവളുടെ അടുത്തേക്ക് വന്നു. അവളെ പിന്നിലൂടെ പുണർന്നു. പേടിയുണ്ടോ? അവളുടെ തോളിലൂടെ താടി മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് മൂളി. എന്തിന്? തമാശയ്ക്കായാൽ പോലും കണ്ണട്ടിൻ്റെ വിരലിൽ മറ്റൊരു പെണ്ണിൻ്റെ പേര് കുത്തിയ മോതിരം കിടക്കുന്നത് എനിക്ക് സഹിക്കില്ല, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അതിന് ആരുടെ കയ്യിൽ കിടക്കുന്നു അവളുടെ പേര് കുത്തിയ മോതിരം? അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. നാളെ വീട്ടുകാർ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു എൻഗേജ്മെൻറ്റ് നടത്തുന്നു. എന്നിട്ട് എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാനായി മീനുവിനെ വെച്ച് കുറേ ഭീഷണി. മീനുവിനെ വെച്ച് എന്തു ഭീഷണി? വേറെന്ത്, സൂയിസൈഡ് ഡ്രാമ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നാളത്തെ ഈ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നാളെ എൻഗേജ്മെൻറ്റ് നടക്കുമല്ലേ? അവൻ പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു. തോക്കിൽ കയറി വെടിവെക്കാതടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. നാളെ എന്തായാലും എൻഗേജ്മെൻറ്റ് നടക്കും. അവൻ പറഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അത് നടക്കണം നന്ദു, പക്ഷേ അവളുടെ പേര് കുത്തിയ മോതിരം എൻ്റെ വിരലിൽ വീഴില്ല. അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു. നാളെ മുഹൂർത്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിലല്ലേ അവൾക്ക് എൻ്റെ കയ്യിൽ മോതിരം ഇടാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഏട്ടൻ എവിടെ പോകും? ഡൽഹി. എന്ത്? സത്യം. എനിക്ക് ജോലിയുടെ കുറച്ച് ആവശ്യത്തിനായി ഡൽഹി വരെ പോകണം. ശരിക്കും അടുത്ത ആഴ്ച പോകേണ്ടതാ, പക്ഷെ ഞാനത് നാളത്തേക്ക് മാറ്റി. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളിലൊരു നേരിയ ആശ്വാസം വരുന്നു. എങ്കിൽ പിന്നെ ഈ എൻഗേജ്മെൻറ്റ് നടത്തുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്. ഞാൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഈ എൻഗേജ്മെൻറ്റ് നടന്നേ പറ്റൂ. അവൾ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. എന്താ ഏട്ടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയുമോ? അവളൊന്നും മനസ്സിലാകാതെ അവനോട് ചോദിച്ചു. നീ ഇവിടെ ഇരിക്കുക, ഞാൻ എല്ലാം പറയാം. പക്ഷേ എല്ലാം അറിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ചെയ്യണം കേട്ടോ. അവളെ നിലത്തായി പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോന്നായി പറഞ്ഞു കൊടുത്തു. ഏട്ടാ, അത് അത്രയൊക്കെ വേണം? എനിക്കെന്തോ പേടിയാകുന്നു. എല്ലാം ദുഷ്ടക്കൂട്ടങ്ങളാ. എല്ലാം കേട്ടതും അവൾ കുറച്ച് ടെൻഷനോടെ പറഞ്ഞു. വേണം, നമ്മളെ ഇത്രയൊക്കെ ദ്രോഹിച്ചവരെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? അതുമാത്രമല്ല, അവരുടെ പിടിയിൽ നിന്നും വിഷ്ണുവിനെയും മീനുവിനെയും രക്ഷപ്പെടുത്തുകയും വേണം. രണ്ടും അവരുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടെങ്കിലും രണ്ടും മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കട്ടെ, അവൻ പല്ല് പൊടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഏട്ടാ, അത് പിന്നീട് പ്രശ്നമാകില്ലേ? ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ.
അച്ഛനും അമ്മയുമോ? അവരാണോ അച്ഛനും അമ്മയും? പണത്തിന് വേണ്ടി നമ്മളെ പിരിക്കാൻ ശ്രമിക്കുന്നവരാണോ അച്ഛനും അമ്മയും? സ്വന്തം മകൻ്റെ സന്തോഷത്തേക്കാൾ വലുത് പണമാണെന്ന് കരുതുന്ന അച്ഛനും അമ്മയും. നമ്മളെ എന്ന് അവർ അകറ്റാൻ ശ്രമിച്ചു, അന്നു മുതൽ നമുക്കവർ ആരുമല്ലെന്നത് അങ്ങനെ കണ്ടാൽ മതി, മനസ്സിലായോ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അവളൊന്ന് മൂളിയതേ ഉള്ളൂ. വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അതുവരെ നീ നന്നായിട്ട് സൂക്ഷിക്കണം. സ്വന്തം വീട്ടുകാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴും അത് ഓർമ്മ വേണം. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി. പിന്നെ ഇത് നിന്റെ റൂമിൽ വയ്ക്കണം. അതും പറഞ്ഞുകൊണ്ട് അവനൊരു ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് തുറന്നു നോക്കിയ ദേവു അത്ഭുതത്തോടെ അവനെ നോക്കി. ഏട്ടാ, ഇത് ചെറിയൊരു വീഡിയോ ക്യാമറ ആയിരുന്നു അത്. ഇതെന്തിനാ? അവൻ പറഞ്ഞതും അവൾ ഒന്നും മനസ്സിലാകാതെ അവനോട് ചോദിച്ചു. വേണം, ഇത് അത്യാവശ്യമാണ്. ഇവിടെ നടക്കുന്നത് എവിടെ ഇരുന്നാലും എനിക്കറിയണം. നീ ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട, എല്ലാം ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇത് നിന്റെ റൂമിൽ ഫിറ്റ് ചെയ്യണം, ആരും അറിയരുത്. പിന്നെ ഇത് കയ്യിൽ വെച്ചോ, ഒരു ഫോണാണ്. നിന്റെ ഫോൺ വിഷ്ണു എടുത്ത് വെച്ചേക്കുമല്ലേ? ഞാൻ ഇറങ്ങട്ടെ, ഫ്ലൈറ്റിന് ടൈമായി. അവൻ പറഞ്ഞതും അവൾ വിഷമത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പേടിയാവുന്നു ഏട്ടാ. പേടിക്കേണ്ട, ഞാനുണ്ട് കൂടെ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞ ചുണ്ടുകൾ ചേർത്തു. ശേഷം അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഷേഡിൽ കൂടി അവൻ പോകുന്നത് അവൾ നോക്കി നിന്നു. ശേഷം അവൾ റൂമിലേക്ക് വന്നു. അവൻ പറഞ്ഞതുപോലെ ഓരോന്നും ചെയ്തു. ആ മുറിയിൽ ക്യാമറ ഫിറ്റ് ചെയ്ത ശേഷം അത് ആരും കാണാത്ത വിധം അവൾ അത് ഹൈഡ് ചെയ്തു വെച്ചു. ശേഷം എവിടെ ആയിരുന്നാലും തന്നെ അവൻ കാണുന്നുണ്ട് എന്ന ആത്മസംതൃപ്തിയിൽ അവൾ കട്ടിലിലേക്ക് കിടന്നു.